കഴക്കൂട്ടം പ്രോപ്പർ ജംഗ്ഷനിൽ നിന്ന് മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്തൂടെ കാണുന്ന വഴിയെ വരുവാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ്. 5 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. പ്രോപ്പർട്ടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അധികം ആക്സസ് ഉണ്ട്. നമുക്ക് ആ മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്തൂടെ വരുവാണെന്നുണ്ടെങ്കിലും ഗോദാ ടർഫിന്റെ മുന്നിൽ വന്ന് അതിന്റെ നേരെ എതിർവശം കാണുന്ന ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട്. ആ റോഡ് കയറി വരുമ്പോഴത്തേക്ക് ഇടതുവശത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ അലൻ ഫെഡ്മാൻ സ്കൂളിന്റെ അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും ഇതേ കണക്ക് തന്നെ ഗോദാ ടർഫിന്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ്. അലൻ ഫെഡ്മാൻ സ്കൂളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വളരെയേറെ അടുത്താണ് കേട്ടോ. അതുപോലെ ഇനി കഴക്കൂട്ടത്ത് നിന്ന് കാര്യവട്ടം റൂട്ടിൽ ജസ്റ്റ് ഇങ്ങനെ കയറുമ്പം തന്നെ നമ്മുടെ സബ്സ്റ്റേഷന് നേരെ എതിർവശം കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ്. ഇങ്ങനെ ഒത്തിരിയധികം വഴികളുണ്ട്. നമുക്കിവിടെ ചന്തവിളയിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ വേറെയും വഴികളിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു മുറ്റം തന്നെയുണ്ട്. ഫുള്ളായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് നമ്മുടെ മുറ്റത്തിട്ടിട്ടുള്ളത്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ ഇതിലുള്ള തടിപ്പണിയൊക്കെല്ലാം പ്ലാവ്, മഹാഗണി, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുൻവശത്തുള്ള വാതിൽ കട്ടളയൊക്കെ വരുന്നത് പ്ലാവിൻ തടിയാണ്. കയറി വരുമ്പോൾ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നീറ്റായിട്ടുള്ള ആംബിയൻ ലൈറ്റിംഗ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരും. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ജനലുകളിലെല്ലാം ഓൾറെഡി ബ്ലൈൻഡ്സ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. ചിമ്മിനി ഹോബെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. കിച്ചണിൽ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം കേട്ടോ. ഇതുപോലെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് നമ്മുടെ കിച്ചണിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നേരെ പോകുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. പിൻവശത്തേക്ക് വരുമ്പോൾ വെള്ളത്തിന്റെ സൗകര്യത്തിനായിട്ട് കിണറും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി നമുക്ക് ഇറങ്ങിയെന്ന് ഒന്ന് ശ്വാസം വിടാനുള്ള സ്ഥലം വീടിന് ചുറ്റുവട്ടത്ത് കിട്ടുന്നുണ്ട്. കാരണം 5 സെന്റ് സ്ഥലം വരുന്നുണ്ട്. നമ്മുടെ ഈ വീടിന്റെ എല്ലാ കോമൺ സ്പേസിലും അതുപോലെ തന്നെ ബെഡ്റൂമിനകത്തും ഓൾറെഡി PLDC ഫാൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ഇതേ കണക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. അതിപ്പോ പൈപ്പ് ഫിറ്റിംഗ് ആയാലും കബോർഡ് ആയാലും വാഷ് ബേസിനായാലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. അതിനകത്തും സെയിം വാർഡ്രോബ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരിയധികം സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഈ സ്റ്റെയറിന്റെ അടിവശം അത്യാവശ്യം ഇതുപോലെ ഒരു സ്റ്റോറേജ് ആക്കി മാറ്റിയിട്ടുണ്ട്. റെയിലിംഗ് ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലുമാണ് ഈ ഒരു റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമുക്കൊരു പർഗോള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, നമ്മുടെ ഒരു ഓപ്പൺ ടെറസിന്റെ അവിടെ നിന്നും ഇതുപോലെ ഒരു പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രകാശം വീടിനകത്തേക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ടാവും. നമ്മുടെ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ നല്ലതുപോലെ പ്രകാശം വരുന്നുണ്ടോ. അവിടെ ഇതുപോലെ പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. മേളിലും വലിയൊരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ TV യൂണിറ്റ് സജ്ജീകരിക്കാം. 2 റൂംസ് ആണ്. താഴെ കണ്ടതുപോലെ തന്നെ അതേ രീതിയിൽ 2 ബെഡ്റൂംസ് ഉണ്ട്. 2 ബെഡ്റൂമുകളിലും സെയിം ആയിട്ടുള്ള കബോർഡ് വർക്ക് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സും എല്ലാം സെയിം ആണ്. നമുക്ക് ഇതുപോലെ ഒരു ഓപ്പൺ ടെറസ് വരും. അവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഡൈനിങ്ങിലേക്ക് പോകുന്ന ആ ഒരു പർഗോളാസ് ആണ്. അവിടെ എല്ലാം ഗ്ലാസ് ഇട്ട് നല്ലതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകാശവും ഉള്ളിലേക്ക് വരുമേ. ബെഡ്റൂംസിന് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. എല്ലാ റൂമുകളിലും ഇതുപോലെ ബ്ലൈൻഡ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. കാരണം നമ്മൾ ഇപ്പം വീട് വാങ്ങിയതിന് ശേഷം പിന്നീട് ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ബ്ലൈൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് ആവും. ഇത് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. പ്രോപ്പർട്ടി നല്ലൊരു ലൊക്കേഷനാണ്. മെയിനായിട്ട് ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വന്നെത്തി പോകാൻ പറ്റുന്ന ലൊക്കേഷൻ. 92 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കാം.